നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പോകുന്നത് അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ. ദുരന്തങ്ങളൊന്നും എനിക്ക് തലയിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. വിവാഹം കഴിച്ച ഭാര്യയാണോടാ ദുരന്തം? എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. അത് അച്ഛന് മനസ്സാവണമെന്നില്ല. കണിമംഗലത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തട്ടെ. വരുണാണ് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവനോട് പറഞ്ഞാലോ? വരുൺ, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ഞാനിനി ഈ നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ പോവാ. നീ തനിച്ചോ? അതെ. അത് പറ്റില്ല. നീ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട. അച്ഛന്റെ ബിസിനസ് ചുമതലകളൊക്കെ നിന്നെ ഏൽപ്പിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്കൊരു ചുമതലയുടെ ആവശ്യമില്ല. അതെല്ലാം ഇതുവരെ എങ്ങനെ നോക്കി നടത്തിയിരുന്നോ അതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ. എനിക്കെന്തായാലും പോയേ പറ്റൂ. ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ലേ നീ? ഇക്കാര്യത്തിൽ ആരെ അനുസരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ നീ പോവുകയാണെങ്കിൽ പ്രിയങ്ക മോളെ ഒപ്പം കൂട്ടണം. ഞാൻ പോകുന്നത് അല്പം സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ. ദുരന്തങ്ങളൊന്നും എനിക്ക് തലയിലെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. വിവാഹം കഴിച്ച ഭാര്യയാണോടാ ദുരന്തം? എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാ. അത് അച്ഛന് മനസ്സാവണമെന്നില്ല. എന്തൊരു ധിക്കാരമാണിത്! ഏട്ടന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞ മോളെ, എന്തിനാ നീ കരയുന്നത്? അരുൺ പോയിക്കോട്ടമ്മ. എന്നെ ഉൾക്കൊള്ളാഞ്ഞിട്ടല്ലേ. അരുണ് സമാധാനം കിട്ടാനുള്ള മാർഗം അതാണെങ്കിൽ പോയിക്കോട്ടെ. പത്മിനി, എപ്പോഴൊക്കെ അവൾ കരയുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ കുടുംബത്തിന് വീഴ്ചയാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് എന്തും എതിർക്കണമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രു ഇപ്പൊ ഞാനാണ്. എന്റെ ഈശ്വര, എന്തൊക്കെ ഈ കുടുംബത്തിൽ നടക്കുന്നത്? ഇതിനൊരു അന്ത്യമില്ലേ? പത്മിനി, നീ വിഷമിക്കാതിരിക്കെ. ഞാൻ അവനോട് സംസാരിക്കാം.
ഗംഭീരമായി. അന്ന് രാധിക പാടിയതിനേക്കാൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രുതി സഞ്ചാരമൊക്കെ എത്ര ഈസി ആയിട്ടാണ് കുട്ടിക്ക് വഴങ്ങുന്നത്. ശ്യാമ മാഡം പാടാനിരുന്നല്ലേ? മാഡത്തിന് എന്തെങ്കിലും? പാടാൻ വിളിച്ചത് കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടിയാണെന്നറിയുമ്പോൾ മാഡത്തിന് വലിയ സന്തോഷമാവും. രാധിക, ഐ എം ഷുവർ സംഗീതത്തിൽ തനിക്ക് വലിയൊരു യാത്രയുണ്ട്. എനിക്കതിൽ അവമാനിക്കാം. അതിന്റെ ഒരു വഴിയൊഴുക്കുന്നതിന് ഞാനും നിമിത്തമല്ലോ. അങ്ങനെയൊന്നും പറയരുത് സർ. ഞാൻ ഇതൊക്കെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ കരുതുന്നത്. അയ്യോ, ഇതൊന്നും വേണ്ട സർ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. തനിക്കിപ്പോ ഒരു പാട്ടിന് ഇത്ര രൂപയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു പ്രതിഫലമായി താൻ വാങ്ങിയേ പറ്റൂ. അന്ന് സാർ പ്രതിഫലം തന്നപ്പോ ഞാൻ വാങ്ങിയല്ലോ. പക്ഷേ ഇന്ന് ഞാൻ വാങ്ങില്ല. കാരണം ഇത് ഞാൻ മാഡത്തിന് വേണ്ടി ചെയ്തതാ. ഒരു കണക്കിന് അതെന്റെ ആരാധനയാ. ആരാധനയ്ക്ക് കൂലി വാങ്ങില്ലല്ലോ. രാധിക, സംഗീതം മാത്രമല്ല, നല്ലൊരു ക്യാരക്ടർ കൂടി തനിക്ക് കിട്ടിയിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.